PDF കാണാനോ? Page number 117. Disaster last one. Traffic control class emergency mortuary traffic control volunteers are volunteers. There has to be an organized plan for the participation of volunteers because uncontrolled holding by volunteers can create more chaos and uncertainty that it can help solve. Yes. നമ്മുടെ ഈ ഒരു സമയത്ത് വോളണ്ടിയേഴ്സിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വോളണ്ടിയേഴ്സിനെ മാത്രമായിട്ട് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ എന്താണ് ഒരു ഓർഗനൈസ്ഡ് പ്ലാൻ തയ്യാറാക്കണം. ഏതൊക്കെ വോളണ്ടിയർമാരെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ എന്താണ് കൺട്രോളിംഗ് പർപ്പസസിന് വേണ്ടിയിട്ടാണ് വോളണ്ടിയേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഏതൊക്കെ വോളണ്ടിയർമാർ ആവശ്യമാണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഇനി അനിയന്ത്രിതമായിട്ടാണെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടാണ് നമ്മൾ ഇവരെ ഹോൾഡ് ചെയ്യണമെങ്കിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതിനാൽ തന്നെ എന്താണ് ഓൾറെഡി നമ്മളത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആരൊക്കെയാണ് വോളണ്ടിയേഴ്സ് പദവിയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നമ്മള് ഡിപ്ലോമയിൽ പഠിച്ച പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ആയിരിക്കുള്ളൂ വോളണ്ടിയേഴ്സിനെ നിയമിക്കുന്നത്. ഓക്കെ, എത്രത്തോളം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ ഏതൊക്കെ വോളണ്ടിയേഴ്സ് ആവശ്യമായിട്ട് വേണമെന്ന് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, പബ്ലിക് റിലേഷൻസ്. A responsible officer should function as the PR office during the operation of the disaster plan. Information related to casualties, their movements, location should be available with this officer. Okay. അപ്പോൾ ഈ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്താണ് ഒരു ഈ ദുരന്ത സമയത്ത് പ്രത്യേകിച്ച് ഒരു PR ഓഫീസർ അല്ലെ, ഒരു PR ഓഫീസർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഓഫീസർ ഈ ഒരു സമയത്ത് ഈ ഡിസാസ്റ്റേഴ്സിന്റെ പ്ലാനിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് the information related to casualty, their movements, location should be available with this officer. അപ്പോൾ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് കാഷ്വാലിറ്റീസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, പിന്നെ അതിന്റെ മൂവ്മെന്റ്സുകൾ, ലൊക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ഇദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ഒരു ഓഫീസറുടെ കയ്യിൽ, അതായത് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ കയ്യിൽ എന്താണ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു PR ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് അതായത് ആ ഒരു ഡിസാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മാത്രമല്ല അദ്ദേഹത്തിന് എന്താണ് അപകടത്തിൽപ്പെട്ടവരുടെ വിവരങ്ങള് അല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റ്സ്, അവരുടെ ലൊക്കേഷൻ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ലഭ്യമായിട്ട്. ഓക്കെ, ഈ പാരഗ്രാഫിൽ പറഞ്ഞത് മനസ്സിലായോ?
പബ്ലിക് റിലേഷൻ എന്ന പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? യെസ്, ഇതെല്ലാം തന്നെ എപ്പോഴാണ്? ഈ ഒരു ദുരന്ത സമയത്ത് നടക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. യെസ്, അതുമായി ബന്ധപ്പെട്ട PR ഉദ്യോഗസ്ഥൻ റെസ്പോൺസിബിൾ ആയിരിക്കണം. പ്രത്യേകിച്ച് ആ ഒരു ദുരന്തം നടന്ന പേഷ്യൻസിന്റെ അപകടത്തിൽപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങളും ലൊക്കേഷൻസ് ഒക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. He should continuously gather and update his information and be conversant with the latest situation in the hospital. Yes, he should continuously gather and update his information and be conversant with the latest situation in the hospital. ഇദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി എന്തായിരിക്കും? കൃത്യമായിട്ട് അവിടെ നടക്കുന്ന വിവരങ്ങൾ അപ്പപ്പോ എന്താണ് ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ആള് കണ്ടിന്യൂസ്ലി അത് കളക്ട് ചെയ്തിരിക്കണം. കളക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. Okay. Yes. അപ്പൊ അവിടെ നടക്കുന്ന പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻസിനെ കുറിച്ചിട്ടുള്ള അപ്ഡേഷൻ ഒക്കെ കൊടുക്കുന്നത് ആരായിരിക്കണം? പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരിക്കണം ഇതെല്ലാം തന്നെ ചെയ്യേണ്ടത്. He should also provided with an adequate number of messengers specifically assigned to him. Only this person should be responsible for the release of information to the press and the media and for issue of daily information bulletins for information of the public. Okay, നമുക്കറിയാലോ പബ്ലിക്കിന്റെ മെയിൻ ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഇത്തരം സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് എല്ലാം തന്നെ വിവരങ്ങളെല്ലാം തന്നെ പകർന്നു കൊടുക്കുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മെസ്സഞ്ചേഴ്സ് അല്ലെ, പ്രത്യേകിച്ച് മെസ്സഞ്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മെസ്സഞ്ചറുകൾ മെസ്സേജസുകൾ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റു ഉദ്യോഗസ്ഥരെയും കൂടി ഇദ്ദേഹത്തിന്റെ കൂടെ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു വ്യക്തി മാത്രമായിരിക്കുള്ളൂ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്തിനുണ്ടായിരിക്കുക? പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും പുറത്തേക്ക് വിടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ആർക്കാണ് ഉണ്ടായിരിക്കുക? പബ്ലിക് റിലേഷൻസിനായിരിക്കും ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ച് മീഡിയക്കും അല്ലെങ്കിൽ പ്രസിനൊക്കെയുള്ള എല്ലാത്തരം ഇൻഫർമേഷൻസും ഒരു ഓതറൈസ്ഡ് ആയിട്ട് പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരിക്കുള്ളൂ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, and for issue of daily information bulletin for information of the public. ഇനി പബ്ലിക്കിന് കൊടുക്കേണ്ടുള്ള ഇൻഫർമേഷൻസ് ഡെയിലി ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതുമായി തന്നെയാണ് പബ്ലിക് റിലേഷൻസ് ഓഫീസേഴ്സ് തന്നെയാണ് ഈ ഒരു സമയത്തുള്ള എല്ലാ ഇൻഫർമേഷൻസും പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിസാസ്റ്റർ നടക്കുന്ന ആ ഒരു സമയത്ത് അതിനുശേഷവും എന്താണ് ഒരേപോലെ തന്നെ എല്ലാത്തരം വിവരങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുന്നതിന്റെ പ്രധാന ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യുന്നത് പബ്ലിക് റിലേഷൻസ് ഓഫീസേഴ്സ് ആണ് കേട്ടോ. അത് മീഡിയക്കും പ്രസിന് മാത്രമല്ല പൊതുജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ കൂടി അത് പറയുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് ആണ് കേട്ടോ. അദ്ദേഹം മാത്രം ഒരിക്കലും അതിനൊരു ഉത്തരവാദിയായിട്ടുണ്ടായിരിക്കുക കേട്ടോ, റെസ്പോൺസിബിൾ ആയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കൂ ആ ഒരു പാരഗ്രാഫ്. ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കൂ. ബുള്ളറ്റിൻസ് എന്താണെന്ന് അറിയാലോ? ഡെയിലി നടക്കുന്ന ഇൻഫോർമേഷൻസ് ആണ്. ഡെയിലി ബുള്ളറ്റിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ ഹെഡ്ലൈൻസ് ഒക്കെ കാണാറില്ലേ? എന്തെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട ഹെഡ് പോയിന്റ്സുകളായിട്ട് കാണാറില്ല നമ്മൾ ഹെഡ്ലൈൻസുകൾ, ഇതിനാണ് ബുള്ളറ്റിൻസ് എന്ന് പറയുന്നത് കേട്ടോ.
14 പേരുടെ ജീവൻ രക്ഷപ്പെട്ടു, 15 പേര് ഗുരുതരമായ അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ ബുള്ളറ്റിൻസ് കണ്ടിട്ടില്ലേ ന്യൂസിലൊക്കെ. ഓക്കെ, ഓക്കെ. പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ ഇരിക്കും ബുള്ളറ്റിൻ ബോർഡ്സുകൾ? അതിന്റെ ഹെഡ്ലൈൻ ഉണ്ടായിരിക്കും, താഴെ താഴെ ചെറിയ ചെറിയ ഹെഡ്ലൈൻസ് ആയിട്ട് കൊടുക്കും. കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഒരു ന്യൂസ് പേപ്പറിന്റെ ബുള്ളറ്റിൻ ആണത്. അതായത് ബോർഡിൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ, ന്യൂസ് പേപ്പർ ബോർഡ്സിലും നമ്മളത് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. യെസ്, പാരഗ്രാഫ് ക്ലിയർ ആണല്ലോ. തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് ആരാണ്? കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫോർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻസ് ആണ് കേട്ടോ, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ഹലോ, ആരുമില്ല ഇവിടെ? The officer will also be responsible to establish contact and communication with the civil defense agencies whose names, titles, location and contact number should be available with them. അതായത് ഓഫീസർ, ഈ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ ഡിഫൻസ് ഏജൻസീസ് അല്ലെങ്കിൽ അത്തരം സിവിൽ ഡിഫൻസ് ഏജൻസീസ് ഒക്കെ അറിയാലോ, ഏജൻസികളുമായിട്ട് സമ്പർക്കം സ്ഥാപിക്കുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്ത് കൊടുക്കുന്നതും ആരാണ്? ഈ PR-ഓടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആണ് കേട്ടോ. യെസ്, പിന്നെ അതില് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്? അവരുടെ നെയിംസ്, പേരുകൾ, അതേപോലെ തന്നെ ടൈറ്റിൽസ്, ലൊക്കേഷൻ, സ്ഥാന പേരുകള്, കോണ്ടാക്ട് നമ്പർ ഷുഡ് ബി അവൈലബിൾ വിത്ത് ഹിം. എന്താണ്? അതായത് ഓരോ സിവിൽ ഡിഫൻസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പേരുകളും അവരുടെ ലൊക്കേഷൻസും കോണ്ടാക്ട് നമ്പേഴ്സ് അടക്കം പബ്ലിക് റിലേഷൻ ഓഫീസർ അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് കമ്മ്യൂണിക്കേഷൻസ് വിവരങ്ങൾ കൃത്യമായ രീതിയിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സിവിൽ ഡിഫൻസ് ഏജൻസീസിന്റെ നമ്പേഴ്സും അതുപോലെ തന്നെ പേരുകളും ലൊക്കേഷൻസും എല്ലാം കൃത്യമായിട്ട് അവൈലബിൾ ആയിട്ട് ഇരിക്കണം. ആരുടെ കയ്യില്? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ കയ്യിൽ നിന്ന് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടതാണ്. ഓക്കെ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കൈവശം ലഭ്യമായിരിക്കേണ്ടതാണ്. ഏതൊരു സമയത്ത് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിനുള്ള സിറ്റുവേഷൻസ് ഇത് അത്യാവശ്യമാണ്. Disaster can occur on a large scale without warning. A large portion of the management of this human tragedy has to be dealt with by hospitals and other healthcare organizations. It's said that being forwarded is being forearmed. But this will not be the case most of the time. Therefore, being prepared for the possible would offer the best chance in successfully tackling disaster situation. Okay. ഇവിടെ എന്താ പറയുന്നത്? നമുക്കൊരു മുന്നറിയിപ്പ് ഇല്ലാതെ തന്നെയാണ് ഒരു ദുരന്തം സംഭവിക്കുന്നത്, അല്ലെ? ഈ മുന്നറിയിപ്പ് തന്നിട്ടാണോ ഒരു ദുരന്തം ഉണ്ടാവുന്നത്? നമുക്ക് വാർണിംഗ്സ് ഒക്കെ തന്നിട്ടാണോ? ചിലതിൽ എന്താണ്
നമുക്ക് അറിയാൻ സാധിക്കും ഇന്ന രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോലും എന്താണ് നമ്മള് നേരത്തെ ഇത്ര വലിയ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടാവുന്ന ആരും തന്നെ എന്താണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എന്നിരുന്നാൽ പോലും എന്താണ് നമുക്കറിയാം മുന്നറിയിപ്പില്ലാതെ വലിയ തോതിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ എന്താണ് ഇത്തരം മാനേജ്മെന്റ്, പ്രത്യേകിച്ച് മനുഷ്യനെ റിലേറ്റ് ചെയ്യുന്ന ഇത്തരം ഡിസാസ്റ്റേഴ്സ് നമുക്ക് മാനേജ് ചെയ്യുന്ന കാര്യത്തിന് പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് വളരെ ഒരു എന്താ പറയാ ഈസി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണിത്. ഈസി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അല്ല അല്ലെ, ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഹോസ്പിറ്റൽസും മറ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും എന്താണ് വലിയൊരു ട്രാജഡി തന്നെ ഈ ഒരു സമയത്ത്, അതായത് ഒരു ലാർജ് പോർഷൻ തന്നെ എന്താണ് വലിയ രീതിയിലൊരു ഡിഫിക്കൽട്ടീസിനെ നേരിടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറെഡി നമുക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് ഒരു പരിധി വരെ നമുക്ക് പല കാര്യങ്ങളിലെ നേരിടാനായിട്ട് സാധിച്ചിട്ട് വരാം. ഓക്കെ, അതപ്പോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് മുൻകൂട്ടി നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർഡ് ആവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പക്ഷെ എല്ലാ സമയത്തും നമുക്ക് ഇങ്ങനെ പ്രിപ്പയർഡ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എല്ലാ സമയത്തും ഇതേപോലെ ഇൻഫർമേഷൻ കിട്ടി നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് അതിനെ നേരിടാമെന്ന് സാധിക്കുമോ? ഒരിക്കലില്ല. യെസ്, അപ്പൊ അതിനാൽ തന്നെയാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ് തയ്യാറാക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? വിജയകരമായിട്ട് അതിനെ നേരിടുന്നതിന് വേണ്ടി, സക്സസ്ഫുൾ ആയിട്ട് അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നൽകുന്നത്? അതിനു വേണ്ടി പ്രിപ്പയർഡ് ആവുന്ന അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ പ്ലാൻ നമ്മൾ അവിടെ തയ്യാറാക്കുന്നു. ഓക്കെ, യെസ്, എന്താ പറയുന്നത്? നമുക്ക് വലിയ തോതിലുള്ള പല ദുരന്തങ്ങളും സംഭവിച്ചേക്കാം. അത് മുൻകൂട്ടി പ്രവചിക്കാതെ തന്നെ പല ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് എടുത്ത് നോക്കുമ്പോൾ എന്താണ് വലിയ രീതിയിലുള്ള ഒരു ട്രാജഡി തന്നെയാണ് ആ സിറ്റുവേഷൻസിൽ ഉണ്ടാവുന്നത്. നമുക്ക് ഒരിക്കലും ഇത് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ചില ദുരന്തങ്ങൾ എന്താണ് മോസ്റ്റ് ഓഫ് ദ ടൈമിൽ നമുക്ക് ചില കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ പ്രവചിക്കാൻ പറ്റും, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാൽ അത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർഡ് ആവേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അതായത് സാധ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് വേണം? പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ആ ഡിസാസ്റ്റർ സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് അർത്ഥമാക്കുന്നത്. ഓക്കെ, the following is a step-by-step approach in getting prepared for a disaster situation. ഇനി താഴെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ച ആ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഡിസാസ്റ്റർ മാനുവൽ മുതൽ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് 3 ഘട്ടത്തിലും സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഒരു ദുരന്തത്തിന് ഘട്ടം ഘട്ടമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ്. നമ്മൾ എങ്ങനെയാണ് ആ ദുരന്തത്തെ നേരിട്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് റിവ്യൂ ഓഫ് ദ ലൈക്ലി ഡിസാസ്റ്റർ സെനാരിയോ. ആദ്യം തന്നെ നമ്മൾ എന്ത് തയ്യാറാക്കും? ഈ ഡിസാസ്റ്റർ സെനാരിയോ എന്ന് പറയുന്നതാണ് എമർജൻസി പ്ലാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറയുന്നത് എന്തിനാണ്? ഡിസാസ്റ്റർ എമർജൻസി പ്ലാൻ ആണ് അല്ലെ. അതാണ് നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതല്ലേ, പ്ലാൻ തയ്യാറാക്കുക എന്നല്ലേ നമ്മൾ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ആദ്യം പഠിച്ചത്. യെസ്, ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അതിനുശേഷം എന്താണ്? റിവ്യൂ ഓഫ് ദ ഹോസ്പിറ്റൽ ക്യാപ്പബിലിറ്റീസ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇനി അടുത്ത ഘട്ടത്തിൽ എന്താണ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ ക്യാപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുന്നു, വാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതനുസരിച്ചിട്ടാണ് ഇല്ലാത്ത റിസോഴ്സ് എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് വീക്ക്നെസ് ഉള്ളത്, സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കുന്നത് ഏത് പൊസിഷൻസ് ആണ് എന്നുള്ളതൊക്കെ നോക്കി അനലൈസ് ചെയ്തിട്ടാണ് ഇല്ലാത്ത സന്നാഹങ്ങൾ നമ്മൾ അവിടെ തയ്യാറാക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ ആ ഒരു സമയത്ത് വീക്ക് പോയിന്റ് ഏതാണ്? ചിലപ്പോ ഫണ്ട് ഇഷ്യൂസ് ആയിരിക്കാം, റിസോഴ്സ് ഇഷ്യൂസ് ആയിരിക്കാം, കൃത്യമായിട്ടുള്ള രീതിയിൽ മെറ്റീരിയൽസ് ഇല്ലാത്തതായിരിക്കാം, പല സിറ്റുവേഷൻസ് ആയിരിക്കാം. ഓക്കെ, അതായിരിക്കും വീക്ക്നെസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ ആ മതിയായ രീതിയിലുള്ള മാൻ പവർ ഇല്ലാതിരിക്കാം. ഓക്കെ, അപ്പോ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ഒരു സ്റ്റെപ്പില്
അറേഞ്ച് ചെയ്യേണ്ട രീതിയിൽ, അതായത് വീക്ക് പോയിന്റുകൾ ഏതൊക്കെയാണോ അത്ര വീക്ക് പോയിന്റ്സിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കും. പിന്നെന്താണ്, ഒരു ഡിസാസ്റ്റർ കമ്മിറ്റി നമ്മൾ ഫോം ചെയ്യുന്നു. ഏകദേശം ഒരു 14ഓളം മെമ്പേഴ്സ് ഉള്ള ഒരു ഡിസാസ്റ്റർ കമ്മിറ്റി നമ്മൾ ഫോം ചെയ്യുന്നു. ഫോമിംഗ് എ ഡിസാസ്റ്റർ കമ്മിറ്റി. Then prepare the disaster plan to include. ഇനി ഡിസാസ്റ്റർ കമ്മിറ്റി രൂപീകരിച്ചു, അതിനുശേഷം എന്താണ്, പ്രിപ്പയർ ദ ഡിസാസ്റ്റർ പ്ലാൻ. എന്താണ് പിന്നെ നമ്മൾ ചെയ്തത്, ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്, കമാൻഡ് പോസ്റ്റ് ആൻഡ് ഡിസാസ്റ്റർ സൈറ്റ്. കമാൻഡ് പോസ്റ്റുകൾ ഡിസാസ്റ്റർ സൈറ്റുകൾ എങ്ങനെയായിരിക്കണം, ഡിസാസ്റ്റർ അലേർട്ടേഷൻ എങ്ങനെ കൊടുക്കണം, ഏതൊക്കെ കളർ കോഡിൽ അത് കൊടുക്കണം, ഡ്രൈനേജ് എങ്ങനെ ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഔട്ട്സൈഡ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനകത്തും പുറത്തൊക്കെ എന്താണ് നമ്മള് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങള്. ഓക്കെ, അകത്ത് പുറത്തല്ല കേട്ടോ, ഹോസ്പിറ്റലിൽ ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്കും ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്യുന്ന പേഷ്യൻസിനെ നമ്മൾ എന്താണ് അനദർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാവിധ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ, ആംബുലൻസുകൾ, മറ്റു വെഹിക്കിൾസ് എല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ട്രയേജ് പ്രക്രിയ അറിയാലോ. ട്രയേജ് നമ്മൾ ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ന നിലയിൽ 3 രീതിയിൽ തന്നെ കാറ്റഗറൈസ് ചെയ്യുന്നു. ഓക്കെ, അതായത് ട്രയേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ആ പേഷ്യൻസിന്റെ ഗുരുതരാവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, റിസപ്ഷൻ ഓഫ് കാഷ്വാലിറ്റീസ് അല്ലെ, റിസപ്ഷൻ ഓഫ് കാഷ്വാലിറ്റീസ് എന്ന കേസസുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ്. നമ്മൾ ട്രയേജ് ചെയ്താണെങ്കിൽ ട്രയേജ് ചെയ്തതിനു ശേഷം സോർട്ട് ഔട്ട് ചെയ്ത പേഷ്യൻസ് ഡിഫറെന്റ് ഏരിയാസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ആവശ്യത്തിനുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുത്തു. പിന്നെ എന്താണ്, പേഷ്യൻസിനെ ഹോൾഡ് ചെയ്യേണ്ടവരെയും ടേൺ ഓവർ ചെയ്യേണ്ട പേഷ്യൻസിനെ അതിനനുസരിച്ചിട്ട് മാറ്റുകയും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യേണ്ടവരെ അവരവരുടെ സിറ്റുവേഷൻസിൽ തന്നെ അവിടെ തുടരുകയും ചെയ്തു. പിന്നെ എന്താണ്, എമർജൻസി മോർച്ചറികളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഡെഡ് ബോഡീസുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്തു. എല്ലാ വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങള് തയ്യാറാക്കി. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ടീംസിന് അല്ലെങ്കിൽ മെസ്സേജിംഗ് പർപ്പസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രോഗ്രാംസുകൾ, ഹോട്ട് ലൈൻ അല്ലെങ്കിൽ പേജിംഗ് പോലുള്ള പല കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് നമ്മൾ അവിടെ സ്വീകരിച്ചു. അതായത് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളവിടെ ടെക്നിക്കലി കമ്മ്യൂണിക്കേഷൻ എറർ വന്നാൽ അതിനു വേണ്ടി ഒരു മെസ്സഞ്ചർ ടീമിനെ വരെ അല്ലെ, കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി ഒരു മെസ്സഞ്ചർ ടീംസിനെ വരെ നമ്മളവിടെ അറേഞ്ച് ചെയ്തു. മെഡിക്കൽ സ്റ്റോർസ് ആൻഡ് സപ്ലൈ, ആവശ്യത്തിലധികത്തിലുള്ള മെഡിക്കൽ സപ്ലൈസും സ്റ്റോഴ്സുകളൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തു. ഫിസിക്കൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, അതായത് ഹോസ്പിറ്റലിൽ മറ്റ് സംവിധാനങ്ങൾ, അതായത് ഏതൊക്കെയാണ്, ഇലക്ട്രിസിറ്റി, ജനറേറ്റർ, വാട്ടർ, പിന്നെ എന്താണ് വേസ്റ്റ് ഡിസ്പോസൽ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് അതുമായി രീതിയിൽ മറ്റേ നമ്മുടെ അഗ്നിശമന ഉപകരണങ്ങൾ ഉൾപ്പെടെ അല്ലെ, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ് വരെ നമ്മള് നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ. അതിനനുസരിച്ച് ട്രാഫിക് കൺട്രോളുകൾ ചെയ്തു. വോളണ്ടിയേഴ്സിനെ നിലനിർത്തേണ്ടവരെ വോളണ്ടിയേഴ്സിനെ ഏതൊക്കെ രീതിയിൽ നിലനിർത്തണം എന്ന രീതിയിൽ അവർക്കുമായി ബന്ധപ്പെട്ട പ്ലാനിങ് ഉണ്ടായിരുന്നു. പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സിന്റെ ഡ്യൂട്ടീസ് വരെ അതിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഡിസാസ്റ്റർ പ്ലാനിന്റെ ഭാഗത്തിൽ ഉൾപ്പെടുന്ന ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഏതൊക്കെയാണ് ഡിസാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുന്നത്, കമാൻഡ് പോസ്റ്റ്, ഡിസാസ്റ്റർ അലേർട്ട്, ട്രയേജ്, ട്രാൻസ്പോർട്ടേഷൻ, റിസപ്ഷൻ, triage and management of patients, holding and turnover of patients, disposal of dead bodies, public relations വരെ. ഓക്കെ, ഡിസാസ്റ്റർ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അനുസരിച്ചിട്ടാണ് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, റിഹേഴ്സൽ ഓഫ് ദ പ്ലാൻ. എന്താണ് റിഹേഴ്സൽ ഓഫ് ദ പ്ലാൻ എന്ന് പറയുന്നത്? റിഹേഴ്സൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റിഹേഴ്സൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മള്? റിഹേഴ്സൽ നമ്മൾ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം സ്റ്റാഫുകൾക്ക് നമ്മൾ എന്താ കൊടുത്തത്? ട്രെയിനിങ് അല്ലെ. ട്രെയിനിങ് ആണ് ഈ റിഹേഴ്സൽ എന്ന് പറയുന്നത് അല്ലെ. അവർ പരിശീലനം, റിയലിസ്റ്റിക് ആയിട്ടുള്ള മോക്ക് ഡ്രിൽസുകൾ കൊടുത്തില്ല നമ്മള് സ്റ്റാഫുകൾക്ക്. അതായത് റിയൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രിപ്പയർഡ് ആവണം എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക്
ട്രെയിനിങ് സെഷൻ കൊടുക്കും. അപ്പൊ ട്രെയിനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിഹേഴ്സൽ ട്രെയിനിങ് പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നത്. ഏതൊക്കെ സ്റ്റാഫുകൾക്ക് ഏതൊക്കെ രീതിയിൽ സ്പെസിഫിക് ട്രെയിനിങ്സ് ആണ്, സ്കിൽഫുൾ ആയിട്ടുള്ള ഏതൊക്കെ ട്രെയിനിങ്സ് കൊടുക്കണം, ഏതൊക്കെ സ്പെസിഫിക് ഏരിയസിലുള്ള റോൾസ് കൈകാര്യം ചെയ്യുന്നവർക്ക് ഏതൊക്കെ ട്രെയിനിങ്സ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു റിഹേഴ്സൽ പ്ലാനിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അതായത് സ്റ്റാഫുകൾക്ക് വേണ്ടി പരിശീലനം എടുക്കുന്നത് ഘട്ടമായ സ്റ്റെപ്പായിരുന്നു റിഹേഴ്സൽ ഓഫ് ദി പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്ഡേറ്റിംഗ് ദ പ്ലാൻ. അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അപ്ഡേറ്റിംഗ് ദ പ്ലാൻ. ഓൾറെഡി ആ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് സിറ്റുവേഷൻ ബേസ്ഡ് നമ്മൾ എന്ത് ചെയ്യും? പ്ലാനിൽ പുതിയ പുതിയ കാര്യങ്ങൾ, അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ എണ്ണം നമ്മളുടെ കൺട്രോളിൽ നിന്ന് കൂടുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി പേഷ്യൻസിന്റെ എണ്ണം കുറഞ്ഞാലും എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളും അവരവിടെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ എന്താണ്, ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻസിന് നമ്മൾ അപ്രോച്ച് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സുകളായിരുന്നു നമ്മൾ ഈ നേരത്തെ പഠിച്ചിരുന്ന കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷൻ പോലെയാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാമോ അത് കംപ്ലീറ്റ്? ഇവിടെ വരെ 6th പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? Okay, the last one, last paragraph on okay. The disaster should be rehearsed at least twice a year. ഈ ഡിസാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹോസ്പിറ്റലില് വർഷത്തിൽ എന്താണ് 2 പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വർഷത്തിൽ 2 തവണ നമ്മൾ ഇതിന്റെ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ നമുക്ക് അതിനെ ഒരു ഡിഫിക്കൽട്ടീസ് ഇല്ലാതെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ ഒരു ഡിസാസ്റ്റർ പ്ലാൻ 2 പ്രാവശ്യം, വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് അവരെ കൊണ്ട് ട്രെയിനിങ്സ് ചെയ്യിപ്പിക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്യിക്കുകയും ചെയ്യും. മനസ്സിലായോ ആദ്യത്തെ പോയിന്റ്? നമ്മൾ ഈ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന പരിശീലനം അല്ലെങ്കിൽ മോക്ക് ഡ്രിൽസ് നമ്മൾ 1 വർഷത്തിന് 2 പ്രാവശ്യം ചെയ്യും. ഓക്കെ, actual reception and immigration of patients may not be possible during such rehearsals, but the drill should be as realistic as possible. ഇവിടെ നമ്മൾ ശരിക്കും പേഷ്യൻസ് വരുന്നത് പോലെ, പേഷ്യൻസ് ഇവിടെ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ ഡിസാസ്റ്റർ സമയത്ത് ഓൾറെഡി ഇത്ര പേഷ്യന്റ് ഉണ്ടാവുമെന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ പേഷ്യൻസ് വരുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ്, പേഷ്യൻസ് ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ അവര് ഒരു റിയലിസ്റ്റിക് ആയിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഡോക്ടേഴ്സുകൾ അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. രോഗികളെ യഥാർത്ഥത്തിൽ പ്രസന്റ്ലി രോഗികളുടെ ഉണ്ടാവില്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് രോഗികളില്ല. പക്ഷെ രോഗികൾ ഉള്ളത് പോലെ തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു സമയത്ത് പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ റിഹേഴ്സൽ നടത്തേണ്ടത്. ഓക്കെ, റിയലിസ്റ്റിക് സിറ്റുവേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യാം ആ ഒരു രീതിയിലായിരിക്കും അവിടെ ട്രെയിനിങ്സ് കൊടുക്കുന്നത്. Okay, and they should involve the complete medical staff, administrative, nursing and other hospital personnel. ഈ ഒരു മോക്ക് ഡ്രില്ലിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്താണ്, എല്ലാവരും അതിൽ പ്ലാനിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും തന്നെ എന്താണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ.
ആരൊക്കെ ആയിരിക്കണം? കംപ്ലീറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം, നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ പേഴ്സണൽസ് എല്ലാം തന്നെ എന്താണ് ഈ ഒരു ട്രെയിനിങ്സ്, ഈ മോക്ക് ഡ്രിൽസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവരെല്ലാം തന്നെ നിർബന്ധമായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, based on the expense during rehearsal, the plan should be revised, updated and modified. എന്താണ് ലാസ്റ്റ് പറയുന്നത്? ഈ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ചില രീതിയിലുള്ള എക്സ്പെൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ആ പ്ലാനുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ അതിലത് റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യോ മോഡിഫൈ ചെയ്യോ ചെയ്യും. അതായത് ഈ നമ്മുടെ മോക്ക് ഡ്രിൽസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെറിയ രീതിയിലൊരു എക്സ്പെൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന സമയത്ത് റിയൽ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് എന്താണ് നമ്മള് ഓൾറെഡി അത്തരം കാര്യങ്ങൾ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ആ പ്ലാൻ, ആ സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ആ തയ്യാറാക്കുന്ന എക്സ്പെൻസിൽ അല്ലെങ്കിൽ തയ്യാറാക്കുന്ന ആ ഒരു എക്സ്പെൻസ് അവർക്ക് അപ്ഡേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനായിട്ട് ഓരോ ഹോസ്പിറ്റൽസും വില്ലിംഗ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ഭാഗത്തില് നമ്മള് ലാസ്റ്റ് പഠിക്കുന്ന എന്താണ്? ഓരോ ഇത്തരം പഠിച്ച കാര്യങ്ങൾ ഓരോ ഹോസ്പിറ്റൽസും എന്താണ് വർഷത്തിൽ 2 പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലനങ്ങൾ നടത്തുന്നുണ്ട്. റിയലിസ്റ്റിക് മാനറിൽ തന്നെയാണ് മോക്ക് ഡ്രിൽസ് സംഘടിപ്പിക്കുന്നത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും ഉൾപ്പെടെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും, ഹെൽത്ത് സെറ്റിംഗ്സിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു സിറ്റുവേഷൻസിന് റിയലിസ്റ്റിക് ആയിട്ട് ആ പ്ലാനിന്റെ ഭാഗമായിട്ട് പെർഫോം ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ നല്ല കോപ്പറേറ്റീവ് ആയിട്ടോ എഫിഷ്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? അത് കഴിഞ്ഞു കേട്ടോ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ആൽവിൻ ക്ലാസ്സിൽ കയറാറില്ല, ഇപ്പൊ കാണാറില്ലല്ലോ. ആൽവിൻ കേട്ടില്ലടോ, പനിയായിരുന്നോ? അറിയോ? ഓക്കെ, നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറിയിട്ടാണ് എല്ലാവർക്കും അസുഖം. ഡിസാസ്റ്റർ എന്ന ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ് കേട്ടോ. ആ കാലൊക്കെ ശരിയാണോ? അത് ശരി, കഴിച്ചു, യാത്ര കഴിച്ചു. ഇനി നമ്മൾ എടുക്കുന്നത് മൊഡ്യൂള് 5-ലെയും 6-ലെയും ടീച്ചറിന്റെ 4 ചാപ്റ്റേഴ്സ് കഴിഞ്ഞട്ടോ. നാളെ ട്രാൻസ്ഫർ, നാളെ കോൺവൊക്കേഷൻ ഉണ്ട്. 17 HRM-ന്റെ കോൺവൊക്കേഷൻ ആണ്. നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റുമല്ലേ ഇൻസ്റ്റയിലെ? ഇവിടെ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. ഉണ്ടാക്കും. നിങ്ങളുടെ മാർച്ചിലല്ലേ ക്ലാസ് വരുന്നേ? നിങ്ങളുടെ മാർച്ച് വരെ നിങ്ങളുടെ ക്ലാസ് വന്നിരിക്കുന്നേ? മാർച്ച് ഫസ്റ്റ് വീക്ക് വരെ ഉണ്ടാവായിരിക്കുള്ളൂ. മാർച്ചിലപ്പോ മാർച്ച് കഴിയുമ്പോഴേക്കും എക്സാം ഉണ്ടാവും. പിന്നെ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് വരുന്ന ഡിലേ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ കോൺവൊക്കേഷൻ ആയിരിക്കും. ഏപ്രിൽ ഉണ്ടാവായിരിക്കും ചിലപ്പോ. പെട്ടെന്ന് കോൺവൊക്കേഷൻസ് ഉണ്ട്.
എന്താണോ ശ്രീലക്ഷ്മി നാട്ടിലില്ലേ? മൊഡ്യൂൾ 7 എടുക്കുക കേട്ടോ. മൊഡ്യൂൾ 7. ഇവിടെ വിളിച്ചു ചോദിച്ചാൽ അറിയാൻ പറ്റും, ഡേറ്റ് അറിയാൻ പറ്റും. പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും കേട്ടോ. സാർ പറയും. ചാപ്റ്റർ 6 എടുക്കട്ടോ. നിങ്ങൾക്ക് ആകെ ഒരൊറ്റ എക്സാമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആകെ ഒരൊറ്റ എക്സാമേ ഉള്ളൂ. ഒരു മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ. മോഡലോ മൊഡ്യൂളോ അങ്ങനെ ഒന്നുമില്ല. നല്ല കാര്യം അല്ലേ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് എനിക്ക് മോഡലിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, മൊഡ്യൂളിന് വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓരോ മൊഡ്യൂൾ വൈസ് ഓരോ പേപ്പർ, മെയിൻ പേപ്പർ. ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാറോ? പേജ് നമ്പർ 97. ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അഞ്ച്, ആറ്, ഏഴൊക്കെ വൺ ഡേ ആണോ? അത് വൺ ഡേ ആയിരിക്കും. അങ്ങനെ ഓരോ മൊഡ്യൂൾ വൈസ് ഓരോ ദിവസമായിരിക്കും കേട്ടോ. അങ്ങനെ ഒറ്റ എക്സാം എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ പി ജിക്ക് ഒറ്റ എക്സാം ആയിരുന്നു അതിലും സുഖമായിരുന്നല്ലേ? ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും. ഏത് മൊഡ്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മിക്സ് ആവും. ഇപ്പൊ പാടാണ് അങ്ങനെ പഠിക്കാൻ. കാണാലോ PDF. യെസ്, ചാപ്റ്റർ 6 ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇങ്ങനെ ഇതേപോലത്തെ ഒരു ചാപ്റ്റർ നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? HIMS പഠിച്ചിട്ടുണ്ടോ നമ്മള്? ഡിപ്ലോമ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ. ഇതെന്താണ്? ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. വാട്ട് ഈസ് HMIS? Health Management Information System, HMIS. Health system include all activities with the main purpose to promote, restore, or maintain health for all. Yes. എന്താണ് HMIS എന്ന് പറയുന്നത്? HMIS പഠിച്ചിട്ടുണ്ട്, അത് തന്നെ വയറ് വരുന്നത്. ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് കാര്യങ്ങളായിരിക്കുള്ളൂ ഹാൻഡിൽ ചെയ്യുന്നത്? പ്രധാനമായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? മെയിൻ പർപ്പസ് ടു പ്രമോട്ട്, അതായത് ആരോഗ്യത്തെ പ്രമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. റീസ്റ്റോർ ഓർ മെയിൻറ്റെയിൻ ഹെൽത്ത് ഫോർ ഓൾ. റീസ്റ്റോർ എന്ന് പറയുമ്പോൾ എന്താണ്? റീസ്റ്റോർ ചെയ്യാന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ എന്താണ്? നിലനിർത്തുക എന്നൊരു പ്രധാന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് എന്ത്? ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് എല്ലാവരുടെയും അല്ലെ ആരോഗ്യത്തിൽ ഓരോ പേഷ്യൻസിന്റെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ആണ് എന്ത്? ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ. The health system encompasses activities such as
but not limited to preventive, curative, and palliative health services offered by a healthcare system. A healthcare system is quite different from all other systems because of the complexities associated with the process and types of data used in healthcare for healthcare. Okay. ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ കൈകാര്യം ചെയ്യുന്നത്? കാര്യങ്ങളായിരിക്കും. പ്രിവെന്റീവ് ആയിട്ടും ക്യൂറേറ്റീവ് ആയിട്ടുള്ള നമ്മള് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചല്ലേ പർട്ടിക്കുലർ 5 ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ്, ക്യൂറേറ്റീവ് ഫങ്ഷൻ, പ്രിവെന്റീവ് ഫങ്ഷൻ പഠിച്ചിട്ടുള്ളല്ലേ? യെസ്. ഓക്കെ. അപ്പോ ഇതിൽ കൈകാര്യം ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? പ്രിവെന്റീവ് ആയിട്ടും ക്യൂറേറ്റീവ് ആയിട്ടും പാലിയേറ്റീവ് ഹെൽത്ത് സർവീസസ് ഓഫേർഡ് ബൈ ഹെൽത്ത് കെയർ സിസ്റ്റം. ഹെൽത്ത് കെയർ സിസ്റ്റത്തിനകത്തുള്ള ക്യൂറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ളതും അല്ലെങ്കിൽ എന്താണ് പ്രിവെന്റീവ് ആയിട്ടുള്ളത്, അതായത് പ്രതിരോധപരമായിട്ടുള്ള കേസസുകൾ, ക്യൂറേറ്റീവ് രോഗശാന്തിക്ക് വേണ്ടിയുള്ള കേസസുകൾ, അതേപോലെ തന്നെ പാലിയേറ്റീവ് ഹെൽത്ത് സർവീസസുകൾ, ഇത്തരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ പോലുള്ള പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ എന്താണ് ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതായത് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? പ്രിവെന്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ, അതായത് രോഗികളുടെ ആരോഗ്യം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ, അല്ലെങ്കിൽ എന്താണ് മറ്റ് പാലിയേറ്റീവ് ഹെൽത്ത് സർവീസസ്, മറ്റ് പാലിയേറ്റീവ് ആരോഗ്യ സർവീസസുകളൊക്കെയാണ് ഈ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ. Yes, a healthcare system is quite different from all other systems because of the complexity associated with the process of type of data used in healthcare. Healthcare system എന്ന് പറയുന്നത് മറ്റു സിസ്റ്റത്തെക്കാൾ കുറച്ച് വ്യത്യസ്തമാണെന്നാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം വ്യത്യസ്തമാണെന്ന് പറയാനുള്ള കാരണം? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റകളിൽ ഉണ്ടാകുന്ന വ്യത്യസ്തതകൾ അല്ലെ? ഓരോ ഡാറ്റാസിലും എന്താണ് വ്യത്യസ്ത രീതിയിലുള്ള ഡാറ്റകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതിനാൽ തന്നെ എന്താണ് ഹെൽത്ത് കെയർ സിസ്റ്റം മറ്റ് സിസ്റ്റത്തിൽ നിന്ന് എന്താണ് വ്യത്യസ്തത പുലർത്തുന്നത് അത് തന്നെയാണ്. അതായത് ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസുകൾ, അതായത് ഓരോ രോഗികളുടെ ഡാറ്റാസ് എന്താണ് വ്യത്യസ്ത രീതിയിലുള്ള ഡാറ്റാസ് ആണ്, അതായത് കോംപ്ലക്സിറ്റി നിറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? യെസ്. അതുകൊണ്ട് തന്നെ എന്താണ് മറ്റ് ഡാറ്റ ഹെൽത്ത് സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡാറ്റാസ് ആണ് ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ സംരക്ഷണ സംവിധാനം മറ്റ് സിസ്റ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഡിഫറൻസ് വരാനുള്ള കാരണം എന്താണ്? ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റയിൽ ഉണ്ടാകുന്ന വ്യത്യസ്തതയാണ് ഹെൽത്ത് കെയർ സംവിധാനത്തില് ഓരോ ഹെൽത്ത് കെയർ ഡാറ്റയുടെ എന്താണ് ആരോഗ്യ സംരക്ഷണ സംവിധാനം മറ്റെല്ലാ സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. മറ്റു ഓർഗനൈസേഷൻസ് പോലെയെല്ലാം ഇവിടെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ, ഇങ്ങനെ ഡാറ്റയിൽ എന്തുണ്ട് വ്യത്യസ്തതയുണ്ട്, അതിനനുസരിച്ചുള്ള കോംപ്ലക്സിറ്റീസ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് എന്താണ് ആ ഡാറ്റയിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. The automation of patient records must deal with a variety of data requirements and specification problems due to things like the complexity of the medical vocabulary, the codification of biomedical findings, and classification of health condition and interventions. നമ്മൾ ഈ ഡാറ്റ വ്യത്യസ്തമാണെന്ന് പറയാനുള്ള കാരണം ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓട്ടോമേഷൻ പേഷ്യന്റ് റെക്കോർഡ്സിൽ അല്ലെ, പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ അതിൽ വരുന്നത് അല്ലെ. പേഷ്യന്റിനെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അതേപോലെ ആ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ്, അതിന്റെ കോംപ്ലക്സിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിൽ കൊടുത്തിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് അല്ലെ, മെഡിക്കൽ ടെർമിനോളജിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വൊക്കാബുലറീസ്, ടെർമിനോളജീസിലുള്ള പദങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തിലുണ്ടായിരിക്കുക ഓരോ പേഷ്യന്റ് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കുന്നത്. ദെൻ ഓരോന്നിലും എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഡിഫിക്കേഷൻ കൊടുത്തിട്ടായിരിക്കും അത് കൃത്യമായിട്ട് ഓരോ പേജിലും ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ബയോമെഡിക്കൽ ആയിട്ടുള്ള ഫൈൻഡിങ്സ് എല്ലാം തന്നെ ഇലക്ട്രോണിക്കലി തന്നെയാണ് നമ്മൾ അതിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനനുസരിച്ച് തന്നെയാണ് എന്താ ഹെൽത്ത് കണ്ടീഷൻസും മറ്റ് ഇന്റർവെൻഷൻസും എല്ലാം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്.
ഓക്കെ, ഇത്തരം ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ഓർഗനൈസേഷൻ എന്താണ്, മറ്റൊരു സിസ്റ്റംസ് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല. അതിനാൽ തന്നെയാണ് എന്ത് പറയുന്നത്, ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഈ ഒരു രീതിയിൽ നമ്മൾ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇങ്ങനെ പല വേരിയേഷൻസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഹെൽത്ത് കെയർ സിസ്റ്റം മറ്റ് സിസ്റ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയുന്നത്. കാരണം ഇവിടെ സൂക്ഷിക്കുന്ന ഡാറ്റയിലെ സ്പെസിഫിക്കേഷൻസ് വ്യത്യാസമാണ്. ഓക്കെ, ഓരോ ഡാറ്റാസിനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിൽ സെക്യൂർഡ് ആയിട്ടാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. ഹെൽത്ത് ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമ്മൾ എങ്ങനെയാണ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മാനറിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ എല്ലാ ഇൻഫർമേഷൻസും വളരെ സുരക്ഷിതമായിട്ട് മറ്റ് എറേഴ്സുകളൊന്നും വരാതെ തന്നെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മളെ ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, മനസ്സിലായോ ഇൻട്രൊഡക്ഷനിൽ കാര്യങ്ങൾ പറഞ്ഞത്? എന്താണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻ, എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് രോഗികളുടെ ആരോഗ്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനും റീസ്റ്റോർ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സിസ്റ്റം ആണ് എന്ത്, ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫസ്റ്റത്തെ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഓക്കെ, ഇതിലെ മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. പ്രിവെന്റീവ്, corrective and palliative health service offered by a healthcare system. അത് ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കോ കേട്ടോ. ബാക്കി നമുക്കത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അതൊന്നും കൂടി എടുക്കാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.